ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ ഇങ്ങനെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ആഘോഷിച്ചിട്ടുണ്ടോ? ചില ആളുകളൊക്കെ ഇപ്പോഴും ടൂറിലായിരിക്കും അല്ലേ? ഞങ്ങളും ചെറിയൊരു ടൂറിലാണ് കേട്ടോ. ടൂറ് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ്. വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ്. കാരണം വേറൊന്നുമില്ല കേട്ടോ, നമ്മൾ ട്രെയിനിൽ പോകുന്നത് കൊണ്ടാണ്. അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ പോകുന്നത്. മുന്നേ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ഓർമ്മയില്ല. അവർ ഇതിലും ചെറിയൊരു പ്രായമായപ്പോഴാണ് ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും പറയും, ഇതിലൂടെ ട്രെയിന് പോകുമ്പോഴപ്പോൾ പറയും നമുക്ക് ട്രെയിനിൽ പോകണം എന്നുള്ളത്. അങ്ങനെ അവരുടെ ഒരു ആഗ്രഹം അങ്ങനെ സഫലീകരിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ റൂമിലേക്ക് പോവുകയാണ്. റൂം ബുക്കൊന്നും ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ആ കാണുന്നത് ചേർച്ചിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഗേജൊക്കെ റൂമിലേക്ക് വെച്ചിട്ട് ഞങ്ങളിതാ ചേർച്ചിലേക്ക് പോവുകയാണ്. മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിലേക്ക്, നമ്മളെ മൈൻഡിലേക്ക് ആദ്യം എത്തിച്ചേരുക, നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം എത്തുന്നത് മൈസൂർ പാലസും ചേർച്ച്, KRS എന്നൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ സൂ. അപ്പോൾ മൈസൂർ കാണാത്തവർ ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അധികം ആളുകൾ, എനിക്ക് തോന്നുന്നത് 98% ആളുകളും മൈസൂർ കണ്ടിട്ടുണ്ടാകും എന്നാണ്. അപ്പോൾ മൈസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അല്ലെ. നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ് മൈസൂർ. കാരണം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് മുഴുവനും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ആയാലും ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചർച്ച് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് ഇത്. അത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ചും കൂടിയാണ് ഈ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ വരുമ്പോൾ ഇല്ലേ, ഈ ഒരു ഈവനിങ് ടൈം വരണം. കാരണം ആ ഒരു ഇളം വെയിൽ, അതുകൂടാതെ ആ ഒരു കാറ്റ്, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി വൈബാണ്. കാരണം ഒരു എന്താ പറയുക, നല്ല നമ്മൾ ഈ കടൽ കാറ്റൊക്കെ കൊള്ളുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമില്ലേ, അതുപോലെ ആ ഒരു ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക, ആ ഒരു കാറ്റ്. അപ്പോൾ ഇതാ ഞങ്ങൾ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡല്ല, ഫോൺ എടുക്കൽ അലൗഡല്ല. പിന്നെ പക്ഷെ അതിൻ്റെ ആൾക്കാരൊക്കെ ഇല്ലേ, ഭയങ്കര അടിപൊളിയാണ്. അതൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ആ ആൾത്താരേൻ്റെ താഴെ ഡൗണിലായിട്ട് നമുക്ക് ഒരു സ്റ്റെയർകേസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു ആ പള്ളീൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ഞങ്ങളിതാ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ചുമരുകളിൽ കൊത്തി വെച്ചിട്ടുള്ളത് അവിടെ മുന്നേ നിന്നിട്ടുണ്ടായിരുന്ന പള്ളിയിലെ മെമ്പേഴ്സിൻ്റെ പേരുകളാണ്. പിന്നെ ഇല്ലേ, ഈ ഒരു ചേർച്ച് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഡ്രാക്കുള കോട്ടയാണ്. ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലെ കോട്ടയാണ് ഓർമ്മ വരിക. അപ്പോൾ പണ്ട് ബാലരമയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു നോവലുണ്ടായിരുന്നു, ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ സ്ഥിരമായിട്ട് ബാലരമ വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൽ കുട്ടികൾക്ക് എന്താ പറയുക ആ ഒരു ചിത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഡ്രാക്കുള കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു കോട്ടയ്ക്ക് ചിത്രത്തിന് ഏകദേശം ഈദുമായിട്ടൊരു നല്ല സാമ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഏത് കാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഈ ഡ്രാക്കുള കോട്ടയാണ്.
സൂപ്പർ നോവലാണ്. ആരും വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് വായിക്കുക. കാരണം എന്തോ ഒരു ത്രില്ലിംഗ് ആണ്. ഒരു ഹൊറർ മൂവി എന്നല്ലോ അല്ല, ഹൊറർ സ്റ്റോറി അല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു രസം അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആ സെൽഫ് ചേർച്ചിൻ്റെ അടുത്ത് ഒരു കേവ് ഉണ്ട്. അപ്പോൾ മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെക്കുന്ന സ്റ്റാൻഡുകൾ ആ കേവിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഇല്ലേ അവിടെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ തറ പോലെ കെട്ടിയിട്ടില്ലേ, ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആ കേവിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തതാണ്. പിന്നെ കുറച്ച് കാലമായിട്ടുള്ളൂ ആ ഒരു ഇത് കെട്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിപ്പം പോകുന്ന ആ ഒരു ഭാഗത്താണ് ആ കേവിൻ്റെ ഉള്ളിലേക്കുള്ള കവാടം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ തിരിച്ച് വന്നതാണ്. കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഓടിക്കളിക്കാന്ന് കേട്ടോ. ഞങ്ങളവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ റൂമിലേക്ക് തിരിച്ച് പോവാണ്. റൂമിലേക്കല്ല, അപ്പോഴേക്കും സമയം ഏകദേശം 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക, പാലസ് കാണാമെന്ന് വിചാരിച്ചിട്ട് ചേർച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പാലസിൽ ലൈറ്റിംഗ് ഉണ്ടാവും, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങോട്ട് എന്തായാലും ഒന്ന് പോകണം, അത് കണ്ടിട്ട് വരാം റൂമിൽ, എന്നിട്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ പള്ളിയുടെ ഒരു ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണിത്. അതെ, ഇവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊരു മലയാളീൻ്റെ ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ ഡോണറ്റ് കഴിച്ചു. അത് ഭയങ്കര കോമഡി കേട്ടോ. ഇയാനു ഡോണറ്റിൻ്റെ ക്രീം മൊത്തം തിന്ന് തീർത്തിട്ട് അത് ലുബക്ക് കൊടുത്തിട്ട് ലുബാബേൻ്റെ ഡോണറ്റ് വാങ്ങിച്ച് കഴിക്കുക. അതിൻ്റെ ആ ഒരു ദേഷ്യമാണ് ഈ ലുബാബ കാണിക്കുന്നത്. പിന്നെ ഇല്ലേ ചേച്ചിൻ്റെ ആ ഒരു നൈറ്റ് വിഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പാലസിൽ വന്നിട്ടുണ്ട്, പാലസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോന്ന് എടുത്ത വീഡിയോ കേട്ടോ അത്, പാലസിൻ്റെ ലൈറ്റിങ്. അപ്പോൾ എല്ലാ സൺഡേയും രാത്രി ഇതുപോലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇതുപോലെ ലൈറ്റിംഗ് ഉണ്ടാവും. എല്ലാ സൺഡേയും ഇവിടെ ലൈറ്റിംഗ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും, കാരണം ദസറേൻ്റെ ടൈമല്ലേ. അപ്പോൾ അവർ പറഞ്ഞത് ദസറ ആയതുകൊണ്ട് എല്ലാ ദിവസവും ലൈറ്റിംഗ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയിന്, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പുറത്ത് നിന്ന് ചുമ്മാ ഒന്ന് ലൈറ്റിംഗ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് ഒക്കെ ആസ്വദിച്ച് ഇങ്ങ് വരികയാണ്. പാലസ് എത്തുമ്പോഴേക്കും ഇയാനു ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഷെവീർക്ക് തന്നെയാണ് കേട്ടോ ഇയാനിനെ അധികം എടുത്ത് നടന്നത്, കാരണം എനിക്ക് വീഡിയോ എടുക്കണ്ടേ. ഷെവീർക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ് ഷെവീർക്ക്. അതുകൊണ്ട് ഇയാനിനെ അധികം എടുത്ത് നടന്നു. ഞാൻ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലുമായിട്ട് ഞാനിങ്ങനെ ബാക്കിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു പാലസിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. രാത്രി സൺഡേ നൈറ്റ് കാഴ്ചയാണിത്. ഈ പാലസിൽ പകൽ വന്നിട്ട് പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ പാലസിൻ്റെ ഉള്ളൊക്കെ കാണാൻ അത്രയും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പാലസും കണ്ട് തിരിച്ച് പോവാന്ന്. ഇനി നമുക്ക് പോവാനുള്ളത് നമ്മൾ ഇത്രയും കാലമായിട്ട് മിസ് ചെയ്തിട്ടുള്ള നമുക്ക് ഒരു അടിപൊളി ഫുഡ്, നമ്മൾ അത് കഴിക്കാൻ വേണ്ടി മാത്രം മൈസൂർ വന്ന കാലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. ഈ ഒരു ഷോപ്പിലേക്കാണ്. അവിടെയുള്ള തിരക്ക് നിങ്ങൾ കണ്ട, ഇതൊന്നല്ല തിരക്ക്. ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ഒഴിഞ്ഞ് മാറി കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ദോശയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. ഈ ഫിഷ് ഫ്രൈ ഇല്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ മൈസൂർ ഇനി വരുമ്പോൾ എന്തായാലും വന്നിട്ട് കഴിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഇത്. പിന്നെ സുന്നി ചൗക്ക്
സുന്നി ചൗക്കിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അതായത് മീന ബസാറൊക്കെ ഇല്ലേ അതിൻ്റെ അടുത്ത്. പക്ഷെ നല്ല സൂപ്പറായിട്ടുള്ള ഫിഷ് ഫ്രൈ ആട്ടോ. അതിൻ്റെ കൂടെ ആ ഒരു ദോശയ്ക്ക് കിട്ടുന്ന ചട്നി ഇല്ലേ, എൻ്റെ അമ്മോ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് എന്തായാലും കഴിക്കുക. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഷെയ്ർഖാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം കേട്ടോ ഫ്രണ്ടിൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരെ നാട് കാസർഗോഡാണ്. പിന്നെ ഞാൻ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ മുതലേ മൈസൂർ ഷെബീർഖാൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ വന്നിട്ട് അന്നേരേ പരിചയമുള്ള ഒരാളാണ് ഇത് കേട്ടോ. പക്ഷേ ഓരോ വീഡിയോസൊക്കെ ഞാൻ ഇവർ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. കാരണം ഇല്ലേ, ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. അത് ചിലപ്പോൾ എന്താ പറയുക, ഞാനും ഇരുന്ന് ചിരിച്ചു പോകും അവരുടെ സംസാരം കേട്ടിട്ട്. അത്ര അടിപൊളി കോമഡിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടേനു. എന്തോ 2-3 വർത്തമാനം പറഞ്ഞ് ചിരിക്കുന്നതെല്ലാം ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടേനു. പക്ഷെ എൻ്റെ അടുത്ത് അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആകെ മുടിപ്പിച്ചെന്നല്ലേ, ഞാൻ ചമ്പാക്കല്ലിയും പിന്നെ ബട്ടർ ഷേക്കൊക്കെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ രാത്രി 10:30 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് പോവാണ്. തിരിച്ച് പോയിട്ട് അതിനെ ഞങ്ങൾ സുന്നി ചൗക്കിൽ പള്ളിയുണ്ട്. അപ്പോൾ ആ ഒരു പള്ളീൻ്റെ വീഡിയോ എടുക്കാമെന്ന് മറ്റും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നാളെ നബിദിനല്ലേ, അതിൻ്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും. പിന്നെ നാളെ ഒരു വലിയ പരിപാടി തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ പാർക്കാണ്. ചെറിയതല്ല, വലിയ തന്നെ പാർക്കാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നാളെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പള്ളീൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിലായിട്ട് വരാം. അതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്നാൽ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.